ഹലോ ഗൈസ്, ഇന്നത്തെ പോലെ ഒരു സാധാ ദിവസമായിരുന്നു ഇന്ന്. ഇന്നത്തെ പോലെ താമസിച്ചാണ് ഞാൻ ഇന്നും എഴുന്നേറ്റത്. ഫുഡൊക്കെ കഴിച്ച് ഇൻസ്റ്റ വെറുതെ തള്ളി നോക്കിയപ്പോഴാണ് കണ്ടത് ABCകൾ. എന്നാൽ പിന്നെ അതൊന്ന് ചെയ്ത് നോക്കിയപ്പോഴെന്ന് വിചാരിച്ചു. ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നാണ് ABC എന്നെങ്കിലും ബിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ആദ്യം എടുത്തത് ബീട്രൂട്ടാണ്. മുനുകുനാ ബീട്രൂട്ട് അരിക്കുക. അല്പം വേദനയോടെ ആണെങ്കിലും ബീട്രൂട്ടിനെ ഞാൻ മുനുകുനെ അരിഞ്ഞെടുത്തു. ശരീരത്തിലെ അഴുക്ക് കളയാൻ വേണ്ടി ആപ്പിളിനെ ഞാൻ കുളിപ്പിച്ചെടുത്തു. കൊത്തി കൊത്തി ഞാനത് ചെറിയ പീസാക്കി. അതിനുശേഷം ക്യാരറ്റ് വരവാണ്. ക്യാരറ്റിനെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചു. അപ്പോഴാണ് ഉരുള നെല്ലിക്കനെടുത്ത് പെറുക്കിയെടുത്ത് കഷ്ണങ്ങളാക്കി. എല്ലാത്തിനെയും പെറുക്കിയെടുത്ത് മിക്സിയിലിട്ടു 2 റൗണ്ട് പെറുക്കിയടിച്ചു. അടിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഏകദേശം ഇതിൻ്റെ പരുവം കണ്ടിട്ട് എന്നാണ് തോന്നുന്നത്. എന്നാലും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ABC തയ്യാർ. സമയം വൈകിട്ടായി, ഏകദേശം 3:30 അടുത്തായി. അമ്മ ഉച്ചയ്ക്ക് ശേഷമുള്ള മയക്കത്തിലാണെന്നേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ല. ഞാൻ നേരെ ജ്യൂസ് കൊണ്ട് അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പണികളെല്ലാം കഴിഞ്ഞ് സാധാരണ അമ്മ താമസിച്ചാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ എന്തിനാണിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കിയതെന്നാണ് അമ്മ ചോദിക്കുന്നത്. തമാശയോടെ ആണെങ്കിൽ അമ്മയുടെ മുഖത്ത് എക്സ്പ്രഷൻ വെച്ച് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയായിരിക്കും ജ്യൂസിന്. എന്തോ പണി പാളിയെ പോലെയാണ് അമ്മയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടത്. ജ്യൂസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. സാധാരണ എല്ലാ പിള്ളേരും എക്സാം കഴിഞ്ഞിട്ട് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, കുഴപ്പമില്ല. അത് തന്നെയാണ് അമ്മയും പറഞ്ഞത്. പിന്നെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അമ്മ ജ്യൂസ് മുഴുവൻ കുടിച്ചു. ലാസ്റ്റായിട്ട് ഞാൻ അമ്മയോട് ഒന്നുകൂടി ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അമ്മ ഒന്ന് ആലോചിച്ചിട്ട് വലിയ തിരക്കേടില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അടുക്കള അലമ്പാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ചിരിച്ച അമ്പിയല്ലായിരിക്കും അവസാനം കാണുന്നത്, അന്യനെയായിരിക്കും. അതുകൊണ്ട് തന്നെ പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം ഞാൻ കഴുകി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അമ്മയിലേക്ക് പോയപ്പോൾ അമ്മ അവിടെ വീണ്ടും പറഞ്ഞു, ഇത്തവണ ഡയറക്ഷൻ